നമ്മുടെ തൊട്ടപ്പുറത്ത് നമുക്ക് വേണ്ടപ്പെട്ട അമ്മായിയും മാമനും അമ്മൂമ്മയ്ക്ക് ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങോട്ട് പോവാണ് കേട്ടോ. കുറച്ചായി പോയിട്ട് നേരെ നമ്മുടെ മുന്നിൽ രാജ്യമായ അജയമാമന അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അവരുടെയൊക്കെ കൂടിയിട്ടുള്ളൊരു തറവാടാണിത്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ മഞ്ജുമ്മയും മാമനും കൂടെ പുറത്തേക്ക് പോകാൻ നിൽക്കാറുണ്ട് കേട്ടോ. ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മൂമ്മയുടെ കൂടെ റൂമിലേക്ക് പോവാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ മെഡലും കൂടെ വീഡിയോ എടുത്തു. കണ്ണൻകുട്ടിയുടെ കുഞ്ഞാവേടെയാണ് കേട്ടോ. കുറേ സ്പോർട്സിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ട്വിൻസാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് പോയിക്കുക. ഇരവിന് എന്തെങ്കിലും പലഹാരം കൊടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അത് നോക്കാൻ വേണ്ടി അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സ്വിച്ച് അത് അമ്മൂമ്മയ്ക്ക് പ്രായമായില്ലോ. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ സൗണ്ട് വരും അതിനുള്ളതാണ് കേട്ടോ. അപ്പോൾ നീരവ് അത് ഞെക്കട്ടെ ചോദിക്കുക. അത് വേണ്ട പറഞ്ഞ് ഞങ്ങൾ ഓടി വന്നു. അപ്പോഴേക്കും അമ്മമ്മ ഡെസ്കൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. കുറച്ച് നേരം വീട്ടുവിശേഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുമ്പോൾ അമ്മായി മാമനും തിരിച്ചു വന്നു കേട്ടോ. പിന്നെ അതാ നീരവിന് മിഠായും പാപ്പൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങളെ വിട്ടത്. കുറച്ച് നേരം അമ്മായിനോടൊക്കെ സംസാരിച്ചിട്ടാട്ടോ പോകുന്നത്. പിന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. വേഗം കിറ്റ്കാറ്റൊക്കെ എടുത്ത് പൊട്ടിക്കാൻ തുടങ്ങി. ഇപ്പോൾ എപ്പോഴും ചെന്നാലും മാമനൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. മാമ എക്സസൈസിലാണ്. അപ്പോൾ ഇവിടെയല്ല, കുറച്ച് ദൂരെയാണ്. എന്നാലും എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ എപ്പോൾ ചെല്ലുമ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട്. അത് അച്ഛൻ വന്നു. അപ്പോൾ 1 മണിക്ക് ആവാറായപ്പോൾ മീൻ നേരെയൊക്കെ കടന്നു. ചെമ്പല്ലി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വറുക്കാനായിരുന്നു കേട്ടോ നേരെ. പിന്നെ വേറെ എന്ത് കൊടുത്തിട്ടും കഴിക്കണമൊന്നുമില്ല. ഇതൊന്ന് പയറ്റി നോക്കാൻ വെച്ചിട്ടാണ്. ഇതിൽ മസാല വരട്ടണ നേരത്താട്ടോ നാരങ്ങ നീര് കുറച്ച് ഒഴിക്കില്ലോ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന നാരങ്ങ കൊണ്ട് ഉപ്പിട്ടിട്ട് കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി. അച്ഛൻ രാവിലെ നേരത്തെ പോയോണ്ടേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിട്ട നാരങ്ങ വെള്ളം കൊടുത്തപ്പോൾ അങ്ങോട്ട് ഉഷാറായിട്ടോ. പിന്നെ കുറേ നേരം നീരവനോട് വർത്താനം പറയായിരുന്നു. മസാലയൊക്കെ പരട്ടിയപ്പോൾ മുളക് പൊടി എനിക്ക് കളർ കൂടിയോണ്ടാ തോന്നുന്നു നല്ല ഭംഗിയിട്ടോ കാണാൻ. അങ്ങനത്തെ അതൊക്കെ വറക്കാൻ വെച്ചു. പിന്നെ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയറും കായും ഇട്ടോ. അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ വെറുതെ ചതച്ചിട്ടിട്ട് ഇടിച്ച മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുത്തി കാച്ചിൽ കേട്ടോ. അങ്ങനെ ചെയ്തു. പിന്നെ മോര് കാച്ചാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അങ്ങനെ അതുമായി. പിന്നെ മീൻ വറുത്തതും. അങ്ങനെ മൊത്തത്തിൽ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വിഭവങ്ങൾ. മീൻ കറിയും കൂടി ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മളെല്ലാം കൂടെ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.